വിപണിയിൽ കിട്ടുന്ന പല വൈറ്റനിങ് ക്രീമുകളും ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ചർമ്മത്തിന് നിറം വെക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കുകയാണോ? ഉറപ്പായിട്ടും ഈ പറയുന്ന വൈറ്റനിങ് ക്രീം വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ ചർമ്മത്തിന് നല്ലപോലെ നിറം നൽകാനൊക്കെ ഈ ഒരു വൈറ്റനിങ് ക്രീമിൽ നിന്ന് സാധിക്കും. ആ ഒരു വൈറ്റനിങ് ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് പറയാം. അതായത് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും 1000 നന്ദി കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലപോലെ നിറം നൽകാനും പിഗ്മെൻറ്റേഷൻ കുറച്ച് സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു വൈറ്റനിങ് ക്രീമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വൈറ്റനിങ് ക്രീം നിങ്ങൾക്ക് നല്ലപോലെ റിസൾട്ട് നൽകുന്നതാണ്. ഏത് തന്നെ സ്കിൻ ടോൺ ഉള്ളവർക്കാണെങ്കിലും ഈ ഒരു വൈറ്റനിങ് ക്രീം ഉപയോഗിക്കുന്നത് കൊണ്ട് നല്ലപോലെ ഒരു ചേഞ്ചസ് നൽകാനായിട്ട് സാധിക്കുന്നതാണ്. കറുപ്പ് നിറമാണെങ്കിലും ഇരുനിറമാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് നല്ലപോലെ നിറം നൽകാനായിട്ട് ഈ ഒരു വൈറ്റനിങ് ക്രീമിൽ നിന്ന് സാധിക്കും. അപ്പം നമ്മുടെ സ്കിന്നിനെ ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലപോലെ നിറം നൽകാനായിട്ട് സാധിക്കും. കൊറിയക്കാരുടെ ആണെങ്കിലും ഒക്കെ സ്കിൻ കാണുമ്പോൾ നമ്മൾ അസൂയത്തോടു കൂടി നോക്കാറില്ലയോ? അവരുടെ ഒരു രഹസ്യം ഞാൻ പറയാം. എൻ്റെ സുഹൃത്ത് അവിടെ ജോലി ചെയ്യുന്നത് കൊണ്ട് അവൾ എനിക്ക് പറഞ്ഞു തന്ന കാര്യമാണ്. അവിടുത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ, അതായത് കൊറിയനിലുള്ളവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറം നൽകുന്നതിനുള്ള ക്രീമുകളാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ തന്നെ അവരുടെ സ്കിന്നിന് ചേഞ്ചസ് നൽകാനായിട്ട് പലതരം കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകളും അവർ ചെയ്യുന്നുണ്ട്. ആ ഒരു സ്കിൻ നല്ലപോലെ ഗ്ലോ ആയിട്ടും ഒക്കെ നിൽക്കാനുള്ള മെയിൻ കാരണം തന്നെ. ഇപ്പം നമ്മുടെ നാട്ടിൻ്റെ അനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ നാച്ചുറലായിട്ടുള്ള ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലപോലെ സ്കിൻ ടോൺ കൂട്ടിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ കൊറിയക്കാർ ചെയ്യുന്നത് പോലെ കെമിക്കൽ പരമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് സ്കിന്നിന് നിറം നൽകുകയാണെങ്കിൽ അത് മുന്നോട്ട് പോകും തോറും അത് സ്കിന്നിനും നിങ്ങളുടെ ഹെൽത്തിനുമൊക്കെ ദോഷം ചെയ്യാനുമൊക്കെ ഇടയാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പോൾ കൊറിയക്കാരെ പോലെ ആകണമെന്നൊന്നുമില്ല, നമ്മുടെ സ്കിന്നിന് ഒരു നല്ല പോലെ ഒരു മാറ്റം നൽകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുക. അതല്ലാതെ കൊറിയക്കാരെ പോലെ തിളങ്ങുന്ന ആ ഒരു ഗ്ലോ ആയിട്ടുള്ള ചർമ്മം ഉണ്ടല്ലോ, അതുപോലെ ആകാനായിട്ട് നിങ്ങൾ നോക്കരുത്. അത്രയൊന്നും നമുക്ക് ആവാനായിട്ട് സാധിക്കില്ല. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് അവരുടെ പല വലിയ ബ്രാൻഡ് ടീമുകളുണ്ടല്ലോ, അവരുടെ ഒരു കളർ കാണുമ്പോൾ അവർക്ക് ഇത്രയും നിറമുണ്ടല്ലോ, പക്ഷെ അതിനകത്ത് കുറേ സീക്രട്ടുകളുണ്ട്. അത് പുറത്തു പറയാത്തതാണ്. പിന്നെ അവരുടെ സ്കിൻ പോലെ ആക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മുടെ സ്കിന്നിൻ്റെ നല്ലപോലെ ഒരു ചേഞ്ചസ് നൽകാനായിട്ട് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾ കൊണ്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ കൊറിയക്കാരുടെ ആണെങ്കിൽ അവരുടെ കൊറിയയിലൊക്കെ ചെല്ലുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് പ്ലാസ്റ്റിക് സർജറി ക്ലിനിക്കുകളാണ് ഏറ്റവും കൂടുതൽ കാണാനും ഒക്കെ സാധിക്കുന്നത്. അവരുടെ മെയിൻ സൗന്ദര്യ രഹസ്യം പല കൃത്രിമമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടാണ് അവരുടെ ആ ഒരു ഗ്ലോയും ഒക്കെ നിൽക്കാനായിട്ടുള്ള മെയിൻ കാരണം തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന നാച്ചുറൽ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ സ്കിന്നിന് നല്ല ഒരു ചേഞ്ചസ് നൽകാൻ സാധിക്കും. എന്തായാലും ഞാൻ ഈ പറയുന്ന വൈറ്റനിങ് ക്രീം നിങ്ങളുടെ ചർമ്മത്തിന് ടാനും പിഗ്മെന്റേഷനും ഒക്കെ മാറ്റിയിട്ട് ചർമ്മത്തിന് 3 ഷെയ്ഡെങ്കിലും കൂട്ടിയെടുക്കാൻ സാധിക്കും. ഇതിൽ ചേർത്തിരിക്കുന്ന നാച്ചുറൽ കാര്യങ്ങളായതുകൊണ്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല. കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും സ്കിന്നിനൊരു ചേഞ്ചസ് നൽകുന്നത്. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയാനായിട്ടുള്ള കാര്യം, പലരും ഇപ്പോൾ 2 ദിവസം 3 ദിവസം ഉപയോഗിച്ചിട്ട് ചേഞ്ചസ് കാണുന്നില്ലെന്ന് വെച്ച് നിർത്തുന്ന സമയത്തായിരിക്കും ഇതിന് ഒരു ചേഞ്ചസ് തുടങ്ങുന്നത് സ്കിന്നിൽ. പക്ഷെ അപ്പം നിർത്തി കഴിഞ്ഞാൽ പഴയതുപോലെ ആവാനും ഇടയാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരാഴ്ച 2 ആഴ്ചയെങ്കിലും ഈ ഒരു ക്രീം ഉപയോഗിക്കാനായിട്ട് നോക്കുക. നല്ലപോലെ നിങ്ങൾക്ക് ചേഞ്ചസ് കിട്ടും. പിന്നെ ഈ കിട്ടുന്ന ചേഞ്ചസ് തിരിച്ച് പോവുക പോലും ചെയ്യില്ല. എന്തായാലും നമ്മുടെ ആ ഒരു വൈറ്റനിങ് ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നതും അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണം എന്നൊക്കെ ഉള്ളത് കണ്ടു നോക്കാം. നമുക്ക് അതിലേക്ക് പോകാം. ചർമ്മത്തെ തിളക്കം നൽകാനും ചർമ്മത്തെ നല്ലപോലെ ബ്രൈറ്റ് ആവുന്നതിനും സഹായിക്കുന്ന ആ ഒരു വൈറ്റനിങ് ക്രീം തയ്യാറാക്കുന്നതിന് നമ്മളൊരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. ഞാൻ ഇവിടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ജ്യൂസ് നമുക്ക് പിഴിഞ്ഞെടുക്കണം. അങ്ങനെ 2 ടേബിൾ സ്പൂൺ ഞാൻ ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ജ്യൂസ് നമ്മുടെ ചർമ്മത്തിന് വളരെ നല്ലതാണ്. ആൻറ്റി ഓക്സിഡന്റുകളും വിറ്റാമിനുകളും ഫൈബർ, പ്രോട്ടീൻ, പൊട്ടാസ്യം എന്നിവ അടങ്ങിയത് കൊണ്ട് തന്നെ ചർമ്മത്തിന് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് നൽകാൻ സഹായിക്കുന്നതാണ്. ഇനി നമ്മൾ രണ്ടാമതായിട്ട് ചേർക്കുന്നത് അലവേറ ജെല്ലാണ്. അലവേറ ജെല്ല് 2 ടേബിൾ സ്പൂണാണ് ചേർക്കേണ്ടത്. ആൻറ്റി ഓക്സിഡന്റുകൾ, വിറ്റാമിനുകൾ, ഫൈബർ, പ്രോട്ടീൻ എന്നിവ അടങ്ങിയത് കൊണ്ട് തന്നെ അലവേറ ജെല്ലും ചർമ്മത്തിന് വളരെ നല്ലതാണ്.
അലവേറ ജെല്ലും ക്യാരറ്റ് ജ്യൂസും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ആക്കുമ്പോൾ ഈ പരുവത്തിൽ നല്ല ക്രീമി പരുവത്തിലായിട്ട് മാറുന്നതാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിൽ ചേർക്കുന്നത് ഒരു എസെൻഷ്യൽ ഓയിലാണ്, അതായത് ലെമൺ എസെൻഷ്യൽ ഓയിൽ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ലെമൺ എസെൻഷ്യൽ ഓയിൽ ഇല്ല എങ്കിൽ അതിന് പകരം 10 തുള്ളി നമ്മുടെ റോസ് വാട്ടർ ചേർത്താൽ മതി. ഞാനിവിടെ ലെമൺ എസെൻഷ്യൽ ഓയിൽ 10 തുള്ളിയാണ് ചേർക്കുന്നത്. നല്ല പോലെ മിക്സ് ആക്കുക. അതുകൊണ്ട് ഈ ലെമൺ എസെൻഷ്യൽ ഓയിൽ നമ്മുടെ ചർമ്മത്തിന് വളരെ നല്ലതാണ്. ചർമ്മത്തിൻ്റെ ടാൻ ആണെങ്കിലും പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും റിങ്കിൾസ് ആണെങ്കിലും ഒക്കെ ഇല്ലാതാക്കാൻ ലെമൺ എസെൻഷ്യൽ ഓയിലിൽ നിന്ന് സാധിക്കുന്നതാണ്. അങ്ങനെ മിക്സ് ആക്കിയ ശേഷം ഒരു ക്രീം പരുവത്തിലായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിൽ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ അടുത്തതായിട്ട് ഇതിൽ ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. 1 ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണ ചേർക്കേണ്ടത്. വെളിച്ചെണ്ണയിൽ ആൻറ്റി ഓക്സിഡന്റുകളും വിറ്റാമിനുകളും പൊട്ടാസ്യം എന്നിവ അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തിന് വളരെ നല്ലതാണ് വെളിച്ചെണ്ണയും. അങ്ങനെ വെളിച്ചെണ്ണ ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കുക. മിക്സ് ആക്കുമ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ക്രീം പരുവം കണ്ടോ, ഇതാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ നിങ്ങൾക്ക് വെക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച് ഏതെങ്കിലും ക്രീമിൻ്റെ ടിന്നിലിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ക്രീം സൂക്ഷിക്കാവുന്നതാണ്. ഞാൻ എന്തായാലും ഇട്ട് നിങ്ങളെ കാണിക്കാം. ഇടുന്ന സമയത്ത് ഇതുണ്ടോ, നമ്മുടെ സ്കിന്നിലേക്ക് നല്ല പോലെ ഇറങ്ങിച്ചെല്ലും ഈ ഒരു ക്രീം. നമ്മുടെ ചർമ്മത്തിൻ്റെ ടാൻ ആണെങ്കിലും പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും റിങ്കിൾസ് ആണെങ്കിലും പിമ്പിൾസ് വന്നിട്ടുള്ള പാടുകളാണെങ്കിലും എന്തുണ്ടെങ്കിലും ചർമ്മത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. നിങ്ങളിത് നൈറ്റിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഞാനൊരു 20 മിനിറ്റിന് ശേഷം തുടച്ചിട്ടുള്ള ചേഞ്ചസ് ആണ് നിങ്ങളെ കാണിക്കുന്നത്. നമ്മൾ ഇടുമ്പോൾ തന്നെ നല്ല മാറ്റം നമ്മുടെ ചർമ്മത്തിന് ഒരു പ്രാവശ്യത്തെ യൂസിൽ തന്നെ കാണാൻ സാധിക്കുന്ന ഒരു അടിപൊളി ഒരു വൈറ്റനിങ് ക്രീമാണ്. എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു വൈറ്റനിങ് ക്രീം തയ്യാറാക്കി ഉപയോഗിക്കാനായിട്ട് നോക്കണേ. കണ്ടല്ലോ എങ്ങനെയാണ് വൈറ്റനിങ് ക്രീം തയ്യാറാക്കുന്നതെന്നൊക്കെ ഉള്ളത്. ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണേ. നല്ലൊരു മാറ്റം നിങ്ങളുടെ സ്കിന്നിൽ നേടാനായിട്ട് ഈ ഒരു വൈറ്റനിങ് ക്രീമിൽ നിന്ന് സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, അതിൻ്റെ മറുപടി പറയുന്നതാണ്. ഈ ഒരു വൈറ്റനിങ് ക്രീം ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും വന്ന് പറയാനായിട്ട് മറക്കരുതേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. ബൈ.